പക്ഷേ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ തവണ മത്സരിക്കുമ്പോഴും നില മെച്ചപ്പെടുത്തിയ ആളാണ് PK ബഷീർ. അതെ അതെ, ചെറിയ 10,000-ന് താഴെ ഭൂരിപക്ഷത്തിൽ നിന്ന് തുടങ്ങിയത് അത് 16,000 ആക്കി, കഴിഞ്ഞ തവണ 22,000 ആക്കി, ഇത്തവണ 30-ന്റെ മുകളിൽ പോകുന്നൊക്കെയാണ്. അല്ല, ഇപ്രാവശ്യം പിന്നെ മൂപ്പര് ഈസിയാണെന്ന് കരുതി വെറുതെ ഇരുന്നിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ മൂപ്പരുടെ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിലെ ചില കമൻറ്റുകൾ, നിങ്ങൾ എന്തിനാ അത്ര PR ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു പഞ്ചായത്ത്, ചാലിയാർ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പഞ്ചായത്താണ്. അത് ശരിക്കും നിലമ്പൂർ മണ്ഡലത്തിൽ വരേണ്ട ഒരു സ്ഥലമാണ്. അത് ആദിവാസി ഊരുകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്, ആദിവാസി ഉന്നതികളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് പോകാൻ സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹം ചെല്ലുമ്പോൾ അവിടെ ഒരു കുടുംബയോഗം പോലത്തെ ഒരു യോഗം നടക്കുകയാണ്. ഒരു 100ഓളം ആദിവാസി സഹോദരങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു കഴിഞ്ഞ ഇലക്ഷനിലെ ഹിസ്റ്ററി ഞാൻ പരിശോധിച്ചപ്പോൾ അവിടെ 247 വോട്ട് എന്തോ ഉള്ളത്. അത് 200 UDF ഇദ്ദേഹത്തിന് കിട്ടുന്നു. അപ്പോൾ അങ്ങനത്തെ വലിയൊരു കമ്മ്യൂണിറ്റി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അതേപോലെ വേറൊരു സ്ഥലം, അപ്പോൾ ഇവർ പറയുന്നത് സാറ് മന്ത്രിയായിട്ട് തിരിച്ചു വരും എന്നൊക്കെയാണ് നമ്മളോട് പറയുന്നത്. അടുത്ത് നമ്മൾ കൊടിവെച്ച കാറിൽ നമ്മുടെ ഉന്നതിയിലോട്ട് സാറ് വരും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഓലെ കൂടെ ഒരു ഇൻട്രാക്ഷനും പോലെ. അപ്പോൾ ഓൾക്ക് എന്താ വേണ്ടത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി എന്താ പുതിയത് വേണ്ടതെന്നാണ് PKB ചോദിക്കുന്നവരോട്. എന്താ വേണ്ടത് നിങ്ങൾ പറഞ്ഞോളിയെന്ന്. അപ്പോൾ ആ രൂപത്തിൽ അവിടെ PKBക്ക് ഇടപെടലുണ്ട്. അതേപോലെ ഈ കക്കാടംപൊയിൽ പ്രദേശമുണ്ട്, അത് ഈ തിരുവമ്പാടിൻ്റെയും ഇതിൻ്റെയും ബോർഡറാണ്. അത് ഊർങ്ങാട്ടിരി പഞ്ചായത്തിലാണ്. അവിടെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്, അധികം കുടിയേറ്റ കർഷകരാണ് അവിടെയൊക്കെ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ലീഗിന് ഭയങ്കര സ്വാധീനം എന്നുള്ള സ്ഥലമല്ല. പക്ഷേ അവിടെയും ഒരു 100-300 വോട്ട് ചെയ്താൽ 200-ലേറെ വോട്ട് ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് പോൾ ചെയ്യും. അപ്പം അങ്ങനെ എല്ലാവിധ ജനങ്ങളെ ഭയങ്കര സ്വാധീനമുള്ള കഴിവാണ്. പിന്നെ മൂപ്പരൊരു പ്രചാരണത്തിൻ്റെ രീതി സാധാരണ അങ്ങാടി കൂടെ നിറങ്ങി ഓടുന്ന പരിപാടി കുറവാണ്. ലാസ്റ്റ് 2 ദിവസം എന്താ ഓടിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ കുടുംബയോഗങ്ങളാണ്. ഓരോ ബൂത്തിലും ഓരോ കുടുംബയോഗങ്ങൾ. ആ യോഗത്തിൽ 100-150 ആളുകൾ ഉണ്ടാവും. അതാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മലപ്പുറം ജില്ലയിൽ പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ട് ഏറനാട്ടിൽ നിന്നുണ്ടാവും.